ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ ശബ്ദമേറ്റ് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ മഹാകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. മക്കൾ നീ തരുന്ന അവകാശമാണ്. ഉദരഫലവും നിന്റെ പ്രതിഫലവും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. അതിനാൽ ഈ കുഞ്ഞിനെ നിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഈ കുടുംബ തീരുമാനമെടുത്തത് രാത്രിയിൽ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് നീ കാണുന്നുവല്ലോ കർത്താവേ. സഭ അതിന് സാക്ഷികളാണല്ലോ. ആയതിനാൽ ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവന്റെ വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ജീവിതത്തിലെ യൗവനപ്രായം മുതൽ യഹോവയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഈ കുടുംബം ദീർഘായുസ് കൊണ്ടും നന്മ കൊണ്ടും യഹോവയുടേതായ സമൃദ്ധിയെ കാണുവാൻ തക്കവണ്ണം യഹോവയെ അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും എന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. സകലമാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. ദൈവദാസനങ്ങളുടെ കരങ്ങളെ തന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലമാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്കായി ബ്രദർ ജോബിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വ്യാഴാഴ്ച രാത്രിയിൽ ഒരു പ്രത്യേക സെക്ഷനായിട്ട് നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചിലരൊക്കെ ഈ യോഗത്തിൽ പുതിയതായിട്ട് സംബന്ധിക്കുന്നെന്ന് ഞാൻ കാണുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത പലരെയും ഇവിടെ കാണുവാനിടയാകുന്നുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വൈകിട്ടത്തെ ഈ യോഗത്തില് പ്രത്യേകമായിട്ടും ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ പ്രിയ ബ്രദർ ജോജിയുടെയും സിസ്റ്റർ സോളിയുടെയും മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ആ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടാണ് വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനും കൂട്ടു സഹോദരന്മാർക്കെല്ലാം ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഞാൻ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ മമ്മിയോട് പറയാനിടയായി, നാളത്തെ സഭായോഗത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ഇവിടെ പങ്കെടുത്ത് സന്തോഷിച്ച് പോകാനായിട്ടാണ് താല്പര്യപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയ ജോയിച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈ യോഗത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ കുടുംബമായിട്ട് വരണം എന്ന് പറയാനിടയായി. എനിക്ക് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കടന്നു വരുവാനും അല്പസമയം നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ഇങ്ങനൊരു അവസരം കിട്ടിയതോർത്ത് ഞാൻ കർത്താവിന് വളരെ നന്ദി അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഉള്ള ഈ ഒക്കേഷനൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവും മാതാവും, എന്റെ പിതാവ് ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട്, എന്റെ മാതാവ് ഒരു വെള്ള സാരിയൊക്കെ ഉടുത്ത്, എന്നെ ഒരു വെള്ള ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഒരു കൈക്കുഞ്ഞായിട്ട് സഭാ ഹാളിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്നെ പ്രതിഷ്ഠിച്ച ഫോട്ടോ ഒക്കെ കണ്ടത് ഞാൻ ഓർക്കുന്നു. എന്റെ മാതാവും പിതാവും എന്നോട് പല പ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അന്ന് എന്റെ മാതാവും പിതാവും എന്നെ സാധാരണ ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്ന പോലെ അല്ല പ്രതിഷ്ഠിച്ചത്. അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ആൺകുഞ്ഞിനെ, ഏറ്റവും അഴുക്കിനെയോ ഏറ്റവും നല്ലതിനെയോ അല്ല, ആകപ്പാടെ ഉണ്ടായിരുന്നതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ കൃപയാൽ ആ ഒരു സമർപ്പണത്തിൽ ഇതുവരെയും ജീവിപ്പാനായിട്ടുള്ള കൃപ നൽകുവാനായിട്ട് ഇടയായി. തുടർന്നുള്ള നിമിഷങ്ങൾ എന്റെ മുമ്പിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം, ഒരു വട്ടം കൂടെ എല്ലാ കണ്ണുകളും നടയട്ടെ. നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഇന്നിവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഒന്ന് മനസ്സിലാകുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിപ്പാനായിട്ടുള്ള ഏകാഗ്രത എനിക്ക് നൽകുമാറാകണമേ. ഇവിടെ പറയപ്പെടുന്ന ദൈവവചനം എന്നോട് തന്നെ സംസാരിക്കണമേ, എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമേ എന്ന് ഓരോ വ്യക്തികളും ഹൃദയംഗമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കൂടെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മൾ ഇന്ന് കേൾപ്പിക്കുവാൻ ഇന്ന് രാത്രിയിലിടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തിച്ചുള്ള സിംഹക്കുഴി പൊട്ടക്കീണർ മാരുഭൂ ജയിലാറായി ചവാളോ
മരണമോ വന്നിടട്ടെ. സിംഹക്കുഴി ധീരായിച്ചവാളോ മരണമോ വന്നിടട്ടെ. വിന്മാനം പകരാതെ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിച്ചവൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിച്ചവൻ നിന്മനമില്ലാതെ നിന്മനം പകരാതെ സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുറന്നു നടക്കുന്ന പല ശുശ്രൂഷകളെയും ഇവിടെ നടക്കുന്നല്ലോ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. മനുഷ്യന്റെ വാക്കുകളായിട്ടല്ല, സാക്ഷാൽ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ദാഹത്തോടെ, ദൈവവചനത്തിന് ദാഹത്തോടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അവരെ നിറച്ചു മടക്കിയേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളുടനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വീണ്ടും കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ശക്തമായിട്ട് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിക്കാവുന്നതാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അടുത്ത വാക്യം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഈ ദൈവ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടാട്ടെ. നീ അവയെ ദൈവത്തിന്റെ വചനത്തെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെക്കുറിച്ച് ഞാനൊരു വാക്കോടെ കൂട്ടിച്ചേർക്കുന്നു, മക്കളോട് സംസാരിക്കുകയും ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നാട്ടെല്ലാവരും. മാതാപിതാക്കളുടെ കയ്യിൽ അഥവാ ഒരു ഭക്തന്റെ പക്കൽ അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു പൈതലിനെ ദൈവം തരുമ്പോൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലമാണ് പൈതലെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിരികത്തിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ബോംബ് കയ്യിലിരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു മക്കളെ ദൈവം തരുമ്പോൾ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബോംബ് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തും മാത്രം വിഭ്രതിയുണ്ടോ, എന്തും മാത്രം ഗൗരവം നിങ്ങൾ ആ വസ്തുതയ്ക്ക് കൊടുക്കുന്നു, അത്രയും ഗൗരവം, ഒരുപക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഗൗരവം വേണം നിങ്ങൾക്ക് ദൈവം ഒരു മകനെ, ഒരു മകളെ ദാനമായിട്ട് തരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം മക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ നമ്മളെ മക്കളെ തരുമ്പോൾ നമ്മുടെ മകൻ എന്റെ മോൾ എന്റെ മോൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കുവൈറ്റിൽ റെന്റ് കാർ എടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ദൈവം നമുക്ക് മക്കളെ തന്നാൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കാറിന് എന്തെങ്കിലും നിങ്ങൾ ഓടിക്കുമ്പോൾ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിനെ തീർക്കുക എന്നുള്ളത്. 2, അതെന്നും നിങ്ങളുടെ കയ്യിൽ റെന്റ് കാർ സ്വന്തമായിട്ടിരിക്കത്തില്ല, മറിച്ച് അതിന്റെ കാലാവധി കഴിയുമ്പോൾ അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ അതിന് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഉടമസ്ഥൻ കണ്ണുമടച്ചുകൊണ്ട് ആ കാറ് മേടിച്ചിട്ട് അവൻ നിങ്ങളെ സെറ്റിൽ ചെയ്ത് വിടത്തില്ല. അവൻ മേടിച്ചപ്പോൾ കുറിച്ചു വെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പേപ്പറുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാറിന് ചുറ്റും നടന്ന് ഒരുപക്ഷെ അതിന്റെ ബോണറ്റും ഡിക്കിയും ഒക്കെ ഒന്ന് പൊക്കി നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളോട് ചോദിച്ച് അതിന്റെ ആ കണക്കും കൂടെ തീർത്തിട്ട് മാത്രമേ നിങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് വിടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവമക്കളെ, നമുക്കൊരു മകനോ ഒരു മകളോ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിനെ ശക്തമായിട്ടൊന്ന് സ്തുതിച്ചാട്ടെ. എന്റെ മകൻ എന്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ പറയാവുന്നതേ ഉള്ളൂ. ദൈവമാണ് നമുക്ക് സന്തതികളെ തരുന്നത്, ദൈവമാണ് നമുക്ക് മക്കളെ തരുന്നത്. ഒരിക്കൽ തന്നവൻ, നിങ്ങളുടെ മക്കളെ തന്നവൻ, അതിനെ പരിപാലിക്കുവാൻ, അതിനെ പോറ്റി പുലർത്തുവാൻ തന്ന ആ ദൈവം ഒരു ദിവസം നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം, ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കണം. ലാഘവത്തോടെ ആരും കാണരുത്. ഇതിന്റെ ഉടയവൻ നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒന്നാമതായിട്ട് നിങ്ങൾ